ജിന്നിൻ്റെ കേൾവിക്കും കാഴ്ചക്കും ഒക്കെ പരിധിയുണ്ട് എന്നോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്, ജിന്ന് മനുഷ്യരുടെ ശബ്ദം കേൾക്കും, മനുഷ്യരെ കാണും എന്നൊക്കെ അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവും റസൂലും അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല. ഇത്ര പരിധിക്കുള്ളിലേ അവർ കേൾക്കൂ, ഇത്ര പരിധി കഴിഞ്ഞാൽ അവർ കേൾക്കൂല എന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ല. അത് പരിധി നിശ്ചയിച്ചത് വിസ്ഡം വിഭാഗമാണ്. എന്തൊക്കെയാണ് ചർച്ചകൾ റാഫി സാഹിബ്? ജിന്നിൻ്റെ കേൾവിക്കും കാഴ്ചക്കും ഒക്കെ പരിധിയുണ്ട് എന്നോ? ജിന്നിൻ്റെ കേൾവിക്കും കാഴ്ചക്കും ഒക്കെ പരിധിയുണ്ട് എന്നോ? ജിന്നിൻ്റെ കേൾവിക്കും കാഴ്ചക്കും ഒക്കെ പരിധിയുണ്ട് എന്നോ? ബാങ്ക് കേൾക്കുന്നിടം വരെ എന്നതാണ് അത്ര പരിധി. മനുഷ്യന് ബാങ്ക് കേൾക്കുന്നിടം തന്നെയാണോ ജിന്നിന് ബാങ്ക് കേൾക്കുന്നിടം എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മളിപ്പോൾ ഒരു 2 കിലോമീറ്ററിൻ്റെ അപ്പുറം വരെയുള്ള ബാങ്ക് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതേ പരിധി തന്നെയാണ് ജിന്നിനും എന്ന് പറയാൻ പറ്റുമോ? ജിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആണെങ്കിലും കേൾക്കുമെന്നാണെങ്കിലോ, അല്ലെങ്കിൽ 4 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണെങ്കിലും കേൾക്കുമെന്നാണെങ്കിലോ, ജിന്നിന് മൈക്കിലൂടെയുള്ളത് കേൾക്കൂല എന്നാണെങ്കിലോ? മൈക്ക് മനുഷ്യന് ഉപയോഗിക്കുന്ന, മനുഷ്യന് ഉച്ചത്തിൽ കേൾക്കാനുള്ളൊരു സാങ്കേതിക സംവിധാനമാണല്ലോ. ഒരു പക്ഷേ ജിന്നിനത് പറ്റൂല എന്നുണ്ടെങ്കിലോ നമുക്കെങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക? ഇതൊക്കെ വഹിയെ അറിയിക്കപ്പെടുന്ന അമ്പിയാക്കൾ പറഞ്ഞ്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ തികച്ചും ജഹാലത്തല്ലേ. ഇത്തരം ജഹാലത്തുകൾ വിളമ്പാൻ കുറച്ച് ജാഹിലിയങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായി ചർച്ച നടത്തുന്നു. റാഫി സാഹിബ്, നിങ്ങൾക്ക് കുറച്ച് ബോധം ബുദ്ധിയൊക്കെ ഇല്ലേ?